പൊതുവെ ഇന്ന് ഒരുപാട് സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഓരോ രാജ്യത്തും, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രായത്തിൽ ഉള്ള കൂടുതൽ, അല്ലെങ്കിൽ ഏജിങ് പോപ്പുലേഷൻ എന്ന് പറയും. സമൂഹം മുഴുവൻ പ്രായമായിക്കൊണ്ടിരിക്കുന്നു. അവരെ റീപ്ലേസ് ചെയ്യാനുള്ള പുതിയ തലമുറ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഉണ്ടാകാത്തത് കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. ജോലിയെടുക്കാനായിട്ട് ആളില്ലാതാകുന്നു. അതുപോലെ ഈ പ്രായമായവരെ ചികിത്സിക്കേണ്ടതുള്ളത് കൊണ്ട് കൂടുതൽ പണം ആവശ്യമായി വരുന്നു. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരുകൾക്ക് നികുതി കൊടുക്കാനായിട്ട് തൊഴിലെടുക്കുന്നവരില്ലാതാകുന്നു. സാമ്പത്തിക രംഗത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. മാത്രമല്ല, വലിയ യൂണിവേഴ്സിറ്റികളും കോളേജുകളുമൊക്കെ കുട്ടികളില്ലാതെ അടച്ചുപൂട്ടേണ്ട ഗതികേടിലെത്തുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ഇതെല്ലാം സംഭവിക്കുന്ന കാര്യമാണ്. ഈ കേരളത്തിൽ നിന്ന് ഓരോ വർഷവും ആയിരക്കണക്കിന് കുട്ടികൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, അതുപോലെ തന്നെ ഈ ഈസ്റ്റേൺ യൂറോപ്പ്, പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ പോകാൻ കഴിയുന്നത്? അതിൻ്റെ ഒരു കാരണം ഇതാണ്: അവരുടെ യൂണിവേഴ്സിറ്റികളിൽ അവർക്ക് അവിടെ ആവശ്യത്തിന് കുട്ടികളെ കിട്ടുന്നില്ല. അതുകൊണ്ടത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എവിടെ നിന്നെങ്കിലും കുട്ടികളെ എടുക്കും. കാനഡയിലും UK ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ശരാശരി ഒരു 30-40 ലക്ഷം രൂപ വീതം ചിലവാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ പഠിക്കാൻ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് കോടികൾ രൂപ നമ്മുടെ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നിലനിന്ന് പോകുന്നത്. അവർ വളരെ ലിബറലായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വിസ കൊടുക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. ഇന്ന് ഒരുപാട് പേര്, പ്രത്യേകിച്ച് ജർമ്മനി, UK പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ജോലിക്കായിട്ട് പോകുന്നുണ്ട്. നേഴ്സിംഗ് രംഗത്തേക്കും IT മേഖലയിലേക്കുമൊക്കെ. ഇതുവരെയും വലിയ വിസ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്ന ആ രാജ്യങ്ങളിൽ വിസ നിയമങ്ങൾ വളരെ ഉദാരമാക്കി ഇങ്ങനെയുള്ളവർക്ക്. ഈ അടുത്ത കാലത്ത് ജർമ്മനിയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ച് കരാറുണ്ടാക്കി. ഇതുവരെയും ഇന്ത്യയിൽ നിന്ന് അവർ 20,000 പേർക്കായിരുന്നു ജോലിക്കാർക്ക്, വിദഗ്ധ ജോലിക്കാർക്ക് വിസ കൊടുത്തിരുന്നെങ്കിൽ അത് 90,000 ഉയർത്തി. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ജർമ്മനിയിൽ ചെറിയ തലമുറയില്ല, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആളില്ല. ഈ പ്രത്യേകിച്ചും ആധുനിക കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് IT മേഖലയിൽ ആളില്ലെങ്കിൽ ഒരു കാര്യവും നടക്കുകയില്ല. ഈ സാഹചര്യത്തിൽ അവർക്കും മനസ്സിലായി അവരുടെ ഭാവി അത് തുലാസിലാണ്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറ ഉണ്ടായേ മതിയാകൂ. ഈ തലമുറയെ അവർ എവിടെ നിന്നെങ്കിലും കൊണ്ടുപോകും. ജർമ്മനിയിലൊക്കെയുള്ള പല യൂണിവേഴ്സിറ്റികൾ സൗജന്യമായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അവിടെ പഠിച്ചു കഴിയുമ്പോൾ അവരുടെ സംസ്കാരവും ഭാഷയും എല്ലാം നന്നായിട്ട് ഉൾക്കൊള്ളും. പിന്നെ അവിടെ ജോലിയെടുക്കാനായിട്ട് എളുപ്പമാണ്. അവരവിടെ താമസമാക്കും, കൂടുതൽ കുട്ടികളുണ്ടായിക്കൊള്ളും. ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ് അവരെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്. ഞാൻ പല രാജ്യങ്ങളിലൂടെ പോകുമ്പോൾ കാണാറുണ്ട്. അമേരിക്കയിലും കാനഡയിലും അതുപോലെ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും UK യിലും അയർലൻഡിലും ജർമ്മനിയിലും എല്ലാം പോകുമ്പോൾ പൊതുവേ നമ്മുടെ കുടുംബങ്ങൾക്ക് അവിടെ കുട്ടികൾ കൂടുതലുണ്ട്. 4 പേരൊക്കെ സാധാരണമായിട്ടുള്ളൊരു സംഖ്യയാണ്. 5, 6, 9 വരെയുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ വിദേശ ഗവൺമെൻറ്റുകൾ എന്താണോ ഉദ്ദേശിച്ചത് അതവിടെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് അതിൻ്റെ മറുവശമുണ്ട് കേരളത്തിൽ നമ്മുടെ പല വീടുകളും കാലിയായി കിടക്കുന്നു. വലിയ വീടുകൾ, പലപ്പോഴും പ്രായമായ മാതാപിതാക്കന്മാർ മാത്രമാണ് അവിടെയുള്ളത്. ഇവിടെയും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാകും. നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ചെറിയൊരു സംസ്ഥാനമാണ്. ഇവിടെ നമ്മൾ ക്രൈസ്തവ സമൂഹമൊക്കെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നന്നായിട്ട് സ്ഥാപിച്ച് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുമൂലം അനേകം പേര് പഠിച്ച് പുറത്തിറങ്ങി. ഇങ്ങനെ പഠിച്ച് പുറത്തിറങ്ങിയവർക്ക് എന്ത് പറ്റി? അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഇല്ലാതായി. അങ്ങനെ ജോലി കിട്ടണമെങ്കിൽ എന്ത് വേണമായിരുന്നു? ഇവിടെ സർക്കാർ ജോലി നമുക്കറിയാം വളരെ കുറച്ച് പേർക്കേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ സർക്കാരിൻ്റെ സംരംഭങ്ങൾ ഒരുപാട് പേർ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ വ്യക്തികൾ ഇവിടെ സമ്പത്തിറക്കി അവർ വ്യവസായങ്ങളും മറ്റും തുടങ്ങാനുള്ള സാഹചര്യം നമ്മുടെ സർക്കാരുകൾ സൃഷ്ടിക്കണമായിരുന്നു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. അതിന് പകരം നമ്മളിവിടെ ബന്ധും ഹർത്താലുമെല്ലാം നടത്തി ഒരു തരത്തിലുള്ള ജോലിയും ചെയ്യാനുള്ള ആ ഒരു അവസ്ഥ ഇല്ലാത്ത ഒന്നിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഒരു വ്യക്തി പണമിറക്കി ഒരു വ്യവസായം തുടങ്ങിയാൽ
അദ്ദേഹത്തിന് ലാഭം കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് ഇറക്കുന്നത്, അല്ലാതെ ഈ വെറുതെ ഒരു സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. മാത്രമല്ല അങ്ങനെ പിന്നീട് പണം ഉണ്ടാകണമെങ്കിൽ ലാഭം ഉണ്ടാകണം, തൊഴിലുണ്ടാകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്പനിയല്ല വ്യവസായം വികസിക്കണം. പക്ഷേ ഇവിടെ ആളുകൾക്ക് പേടിയാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ തൊഴിൽ സംസ്കാരം വളരെയധികം മിലിറ്റൻ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തരം എപ്പോഴും സമരവും ബഹളവും കല്ലേറും നശിപ്പിക്കലുമായി മാറിയത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അതേസമയത്ത് ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനം തമിഴ്നാട് എടുത്ത് നോക്കി. ഞാൻ ഈയിടെ ഒരു പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് 38,000-ത്തിലധികം കമ്പനികൾ അവിടെ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ചെന്നൈയിലും അതിൻ്റെ പരിസരത്തുമായിട്ട് അനേകം വാഹന കമ്പനികളുണ്ട്, വിദേശ വാഹന കമ്പനികൾ. എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ അതിനെല്ലാം ടാക്സ് ഉണ്ട്, അതെല്ലാം സംസ്ഥാനത്തിനാണ് കിട്ടുക. അതുപോലെ അവിടെ നൂറുകണക്കിന് എഞ്ചിനീയറിംഗ് കോളേജുകൾ അവർ സ്ഥാപിച്ചു. അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ അവർ സൗജന്യമായിട്ടും ചെറിയ ഫീസിലുമൊക്കെ പഠിപ്പിച്ച് സർക്കാർ തന്നെ, എന്നിട്ട് അവർക്കെല്ലാം ഈ കമ്പനികളിൽ ജോലി കിട്ടി. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് അധികം പേരൊന്നും തമിഴ് നാട്ടിൽ നിന്ന് കുഴികുത്താനൊന്നും വരാത്തത്. അങ്ങനെ വളരെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി അവർ മുന്നേറുകയാണ്. പക്ഷേ കേരളം ഇപ്പോഴെവിടെയോ ഇങ്ങനെയുള്ള ആ ഒരു ഭൂതകാല രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക പശ്ചാത്തലത്തിൽ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൂടുതൽ നമ്മുടെ ആളുകൾ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക സമുദായത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ആരും തന്നെ വ്യവസായത്തിലേക്കോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്കോ ഒന്നും വരുന്നില്ല. കാരണം അതിനെല്ലാം റിസ്ക് ഉണ്ടെന്നുള്ളതാണ്. അതേ സമയത്ത് ഈ മാസശമ്പളം കിട്ടുന്നതാണ്, വളരെ എളുപ്പമാണ്, ഞാൻ എൻ്റെ ജോലി ചെയ്ത് പിന്നെ വീട്ടിൽ വന്നിരിക്കാം. അതുകൊണ്ട് എന്ത് സംഭവിക്കും, നമ്മുടെ കേരള സമൂഹത്തിൽ ഈ കത്തോലിക്ക അല്ലെങ്കിൽ ക്രൈസ്തവ സാന്നിധ്യം വളരെയധികം കുറഞ്ഞു വരികയാണ്. ഏതാണ്ട് ഒരു 22 വർഷം മുമ്പ് ഞാനൊരു പഠനത്തെക്കുറിച്ച് വായിച്ചു. അന്ന് അവർ കൊടുത്തിരുന്ന ആ ഒരു പേര് തന്നെ എന്താണ്, നമുക്ക് ഈ സുറിയാനി ക്രിസ്ത്യാനികൾക്കുണ്ടാകുന്ന പാർസി സിൻഡ്രം, അങ്ങനെയാണ് അവരതിനെ വിളിച്ചത്. പാഴ്സികൾ അവർ ഇറാനിൽ നിന്നൊക്കെ വന്നവരാണ്, നമ്മുടെ ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നവർ. ഇന്ന് അവരുടെ സംഖ്യ ഏതാണ്ട് 40,000 താഴെ മാത്രമാണ്. ഇതേ രീതിയിലുള്ള ഒരു അവസ്ഥാവിശേഷം ഈ സുറിയാനി സമുദായത്തിന് വന്ന് സംഭവിക്കുമെന്ന് 22 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു പഠനം പറഞ്ഞിരുന്നു. അത് ഏതാണ്ട് ആ പഠനത്തിൽ പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ഇവിടെ ഒരുപക്ഷെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുത്തു. അതുകൊണ്ട് പുരുഷന്മാരെന്ത് ചെയ്തു, മക്കൾ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെയാണ് വീട്ടിലെ സ്വത്തൊക്കെ. അവർ വിചാരിച്ചു ഒരുപക്ഷെ ഈ സ്വത്ത് കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാമെന്ന്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികൾ അവരെ കൃഷിക്കാരായിട്ടുള്ള ആൺകുട്ടികളെ വിവാഹം കഴിക്കാൻ തയ്യാറല്ല. കാരണം അവർക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് മാത്രമല്ല, അതിലുപരി പറമ്പിലൊന്നും പണിയെടുക്കാൻ താല്പര്യമില്ല. ഇങ്ങനെയുള്ളൊരവസ്ഥാവിശേഷത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ അല്ലെങ്കിൽ പ്രായമായ കിടപ്പായ രോഗികളായ മാതാപിതാക്കന്മാരെ നോക്കാനായിട്ട് ഈ പെൺകുട്ടികൾക്ക് ഇഷ്ടമില്ലാതെ അതിന് സമയമില്ല അവർക്ക്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഈ ഉന്നത വിദ്യാഭ്യാസം നേടി ശമ്പളം വാങ്ങിക്കുന്ന തൊഴിലുകളിലേക്ക് പോകാത്ത ചെറുപ്പക്കാർക്ക് പെൺകുട്ടികളെ കിട്ടാത്ത അവസ്ഥയായി. ഇതിൻ്റെ ഫലമായിട്ട് ഈ സമൂഹം ഇങ്ങനെ ചെറുതായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പ്രത്യാഘാതം ഉണ്ടാവാം. അതെന്താണ്, ഈ സമൂഹത്തിൽ ക്രൈസ്തവ സാന്നിധ്യം നിലനിർത്തിയിരുന്ന ശാന്തി, സമാധാനം, കൂട്ടായ്മ, സാഹോദര്യം, അങ്ങനെയുള്ള ചില മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങളൊക്കെ ഇവിടെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ നന്നായിട്ട് നടത്തിയിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അതില്ലാതായി കഴിയുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതമുണ്ടാകും. ഈ പ്രത്യാഘാതങ്ങളെല്ലാം ഇന്ന് കേരളത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സഭാ സമൂഹങ്ങളിൽ, നമ്മുടെ പള്ളികളിലൊക്കെ ചെന്ന് നോക്കുക, അവിടെയൊക്കെ എണ്ണം കുറഞ്ഞു. അതുപോലെ തന്നെ ഈ മലമ്പ്രദേശങ്ങളിലെ പള്ളികളിൽ ആളുകൾ കുറഞ്ഞു. അവിടെ പണിത പള്ളികളൊക്കെ ഒരു 10, 15, 20, 25 വർഷങ്ങൾക്കുള്ളിൽ ഇന്നത്തേതിൻ്റെ പകുതിയായി മാറാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ട് ക്രിസ്ത്യാനി ഇവിടെ ഉണ്ടായിരിക്കണം, എന്തുകൊണ്ട് നമ്മൾ ഇവിടെ നമ്മുടേതായ ഈ നിലപാടുകൾ പറയാനായിട്ട് അത് സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പ്രവാസി ലോകത്തേക്ക് പോകുന്ന ആ ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് പറയുന്ന കാര്യമാണ്. യിരെമ്യാ പ്രവാചകങ്ങളുടെ ദൈവം പറയുന്നതാണ്, നിങ്ങളവിടെ ചെന്ന് വീട് വയ്ക്കണം, തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കണം, നിങ്ങൾ കല്യാണം കഴിക്കണം, നിങ്ങൾക്ക് മക്കളുണ്ടാകണം, അവരുടെ മക്കൾ ഉണ്ടാകുന്ന മക്കളെ കല്യാണം കഴിപ്പിക്കണം, അവർക്കും മക്കളുണ്ടാകണം. അങ്ങനെ നിങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകരുത്. എണ്ണം കുറഞ്ഞു പോയാൽ അബ്രാഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം പൂർത്തിയാവുകയില്ല. എന്ത് വാഗ്ദാനം? നിന്നിലൂടെ സർവ്വജനതകളും അനുഗ്രഹീതമാകുമെന്ന വാഗ്ദാനം പൂർത്തിയാവുകയില്ല. രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിൽ അവയവങ്ങളില്ലെങ്കിൽ തലയാകുന്ന ശിരസ്സാകുന്ന ക്രിസ്തു കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഇവിടെ ആരുമില്ലാതെ വരുമ്പോൾ
ഈ രക്ഷാകര സന്ദേശം തന്നെ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്കുണ്ടാകും. അത് വളരെ വലിയൊരു പ്രത്യാഘാതം ഈ സമൂഹത്തിനുണ്ടാക്കും. പ്രിയമുള്ളവരെ, നമുക്ക് കുറച്ചുകൂടി ഇതേക്കുറിച്ച് അവധാനതയോട് കൂടിയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.